വീട്ടിൽ ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ നാലമ്പലം തൊഴാൻ വന്നേക്കാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. നോക്കാം കൊണ്ട് ഇപ്പം തൊഴുതെന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് അമ്പലത്തിൽ അമ്മ മേക്കപ്പ് കഴിഞ്ഞിറങ്ങാൻ വൈകിയത് കൊണ്ട് ഞങ്ങൾ വൈകിപ്പോയി. വലിയ വെടി 2, ചെറിയ വെടി 2 വെടി വഴിപാട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര തിരക്കുള്ള സമയത്ത് നാലമ്പലം വരുന്നത്. ഇതിന് മുമ്പൊക്കെ നാലമ്പലം വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര തിരക്കുണ്ടാവാറില്ല. ഞാൻ സാരി ഉടുക്കാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ കുട്ടപ്പനുള്ളതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ വിട്ടു. നടക്കില്ല. മുണ്ടുകാരി എടുക്കണം. എടുത്തു. അഭിരാമി ഞാൻ പറയാം. അപ്പൊ ഞങ്ങൾ തൊഴുതിറങ്ങി. ഇനിതാ മീനൂട്ടിന് വന്നേക്കാണ്. മീനൂട്ടിന് ഡ്രസ്സിന്റെ പാനി. ഇനി തൊഴുതിറങ്ങിയിട്ട് മീനൂട്ടിന് പോകണ്ട. മൊത്തം നീടല്ലോ വീഡിയോക്കാരൻ. ഹലോ ആൾക്കാരിടുന്നത് അങ്ങോട്ട് അടുത്തേക്ക് അതാരത് ദോശയിലേക്ക് കാല് വെച്ചത്? നിമ്മി ഇങ്ങോട്ട് നോക്കിയ നിമ്മി. നിഖിലമുനിഭിസ്തം യുധി മഹാവരാരസൻ വധമഗമയസ്ത്വം മുഖമയ. പവിത്രമായ കുരീബിനി തീർത്ഥമാതിരിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തീർത്ഥത്തിലേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കുകയും പ്രസാദവും ഉൾപ്പെടെ ഒരു തരത്തിലുള്ള വസ്തുക്കളും രണ്ടാമതായി വന്നത് കുടമണി ക്ഷേത്രത്തിലാണ്. അവിടെ കയറി വരുമ്പോൾ തന്നെ പോയിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് ചുമർചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ചെന്നപ്പോൾ ചെറിയൊരു തിരക്കുണ്ട്. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും സമയത്ത് ചുറ്റപ്പം ഭയങ്കര പ്രശ്നമാണ്. അവൾക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ചുറ്റപ്പം മാനേജ് ചെയ്ത് തുറക്കാറായ സമയത്താണ് കാരണം കുഞ്ഞു കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ അറിയാമല്ലോ. കുറച്ച് വാങ്ങാൻ പിന്നെ അവിടെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിലാണ്. കാരണം ഇരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നല്ല സ്പേസ് ആണ്. നമ്മൾ ശ്വാസം മുട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വഴുതനങ്ങകൾ കണ്ടോ? ഇത് മുഴുവൻ ഇവിടെ നിവേദ്യത്തിനുള്ളതാണ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് വഴുതന നിവേദ്യം എന്ന് പറയുന്നത്. അത് വയറ് സംബന്ധമായ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എല്ലാവരും ഈ വഴിപാട് കഴിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടിറക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്ന നിഖിലിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ നിന്ന് നിഖിലിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വേണം പിന്നെ മൂഴിക്കുളത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഷുട്ടപ്പൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുട്ടപ്പനെ കൊണ്ട് പിന്നെ ശത്രുഘ്നൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഓർഡറിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. മൂഴിക്കുളത്ത് പോയതിന് ശേഷമായിരുന്നു ശത്രുഘ്നൻ്റെ അമ്മയ്ക്ക് പോകേണ്ടിരുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് അടുത്തായതുകൊണ്ട് ഇങ്ങോട്ട് വന്നു.
പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ പാർക്കിങ്ങിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ചെറിയൊരു ലാഗ് മാത്രം, വളരെ ചെറിയ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴാനൊക്കെ പറ്റിയിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കർക്കിടകം സ്റ്റാർട്ടിങ്ങിലാണ് പോയത്. പക്ഷേ വീഡിയോയുടെ കാര്യങ്ങൾ മറന്നു തന്നെ പോയി. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ വളരെയധികം ലേറ്റ് ആയത്. ഇവിടെ നിന്ന് നമുക്ക് ഉണ്ണിയപ്പം നിവേദ്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. നല്ല ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റൊക്കെ ആയിരുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാ കൊല്ലവും ഓല വെച്ചിട്ടാണ് പന്തലിടുക. ചൂട് കുറയ്ക്കാനായിരിക്കും ജിംബോഡി. റുക്നന്റെ അമ്പലത്തിൽ കഴിഞ്ഞു. ഇനി മൂഴിക്കുളമാണ് ലാസ്റ്റ് ഉള്ളത് അല്ലേ? ആദ്യം ലഞ്ച് ബ്രേക്കാണ്. നിഖിലിൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അവിടെ നിന്ന് മൂഴിക്കുളത്തേക്ക് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. ഷുട്ടപ്പൻ ഉറങ്ങി. എണീറ്റ് കഴിഞ്ഞാൽ പണിയാവും. അപ്പൊ നമുക്ക് മൂഴിക്കുളത്ത് പോയിട്ട് കാണാം. പോകുന്ന വഴിക്ക് സംസാരിക്കും. ഇത് നീ വേണമെങ്കിൽ അങ്ങനെ അവസാനം ഞങ്ങൾ മൂഴിക്കുളം അമ്പലത്തിലെത്തി അല്ലേ? മൂഴിക്കുളം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് കിട്ടി 1.5 മണിക്കൂർ. ഞങ്ങൾ എത്തി 4:30ക്കാണ് നട തുറക്കുള്ളൂ. 1.5 മണിക്കൂർ പോസ്റ്റ്. അതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നു. കൂട്ടത്തിൽ ഞങ്ങൾ വെയിൽ പ്ലസ് കാറ്റ്, മഴ വരാനുള്ള സാധ്യത. മഴ വന്നാൽ ഇവിടെ എന്തായിരുന്നു? മഴ വന്നാലും ഇവിടെ എന്തായിരുന്നു? അതെ, അപ്പൊ കാണാം. കൂടുതൽ ഇറങ്ങിയിട്ട് കാണാം. പെരുമുഴക്കുഴ അമ്പലത്തിൽ നമ്മൾ കുറച്ച് നേരം അധികം നമുക്ക് കിട്ടിയായിരുന്നു. ഭയങ്കര വലിയ ക്യൂ ഒക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് തൊഴാൻ പറ്റിയില്ല. 4 മണിക്ക് തുറക്കുന്നുണ്ട്. 4 മണി കഴിഞ്ഞിട്ടും നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് പോവേണ്ടതിനാലും അത് മാത്രമല്ല ഷുട്ടൂനെ നിഖിലിൻ്റെ ഡാഡിയുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത്. അപ്പോൾ ഒരുപാട് നേരമായി കഴിഞ്ഞാൽ ഷുട്ടു വാശി പിടിക്കുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഷുട്ടൂനെ അങ്ങനെ ഒറ്റയ്ക്ക് ഡാഡിയുടെ അടുത്താക്കി വരുന്നത്. നമ്മൾ തിരുമൂഴിക്കുളം അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഇനി നമ്മൾ വീട്ടിൽ പോയി ഷുട്ടപ്പനെ എടുക്കാം. അപ്പം എങ്ങനെയായിരുന്നു നാലമ്പല ദർശനം? എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെയാണ് ഞങ്ങൾക്ക് കുറച്ച് ലാഗ് കിട്ടിയത് ലാസ്റ്റ് അമ്പലത്തിൽ. ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് പെട്ടെന്ന് തൊഴാൻ പറ്റിയിരുന്നു. ഇവിടെ പിന്നെ നമുക്ക് വേറൊരു അടുത്തും കൂടി പോകാനുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അല്ലമ്മ, അതുകൊണ്ടൊരു വിഷമം അമ്മയുടെ മുഖത്ത് കാണാനുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മയോട് തീരുമാനം എടുക്കാൻ പറഞ്ഞത്. അമ്മ പറഞ്ഞോണ്ടിരിക്കുക ഓക്കെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. നാലമ്പല ദർശനം. അപ്പൊ നിങ്ങക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ് അടിക്കുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.